ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആളുകളിൽ നിന്നും നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എങ്കിൽ എങ്ങനെ നമ്മൾക്ക് ഈസി ആയിട്ട് അറ്റൻഷൻ നേടിയെടുക്കാം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വോയിസ് സയൻസ് ആൻഡ് എന്റർടൈൻമെന്റ്. ആൾക്കാരുടെ കയ്യിൽ നിന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കിടന്ന് പാടുപെടുകയൊന്നും വേണ്ട. വളരെ കുറച്ച് ട്രിക്സ് യൂസ് ചെയ്തിട്ട് ഇത് ഈസിലി നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഫാമിലിയിലോ വല്ല ഫംഗ്ഷന് പോകുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. സ്കിപ്പ് അടിക്കാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ ട്രിക്സിലേക്ക് പോകാം. ഇപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷനോ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഫംഗ്ഷന് പോയി നിരിക്കട്ടെ, അവിടെ ചെന്ന് ആൾക്കാരെ കാണുന്ന സമയത്ത് അവരുടെ ഫേസിൽ നോക്കിയിട്ട് നല്ല പോസിറ്റീവായിട്ട് ഒരു സ്മൈൽ കൊടുക്കുക. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കാതിരിക്കുക. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഈ ഒരൊറ്റൊരു കാര്യം മതി അവർക്ക് നിങ്ങളോടുള്ള അറ്റൻഷൻ അല്ലെങ്കിൽ റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ കുറയാനായിട്ട്. സോ അനാവശ്യമായിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങളൊന്നും സംസാരിക്കാതെ മാക്സിമം നോക്കുക. സംസാരിക്കുന്ന സമയത്ത് വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ നോക്കുക. എന്താണോ ടോപ്പിക് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നോക്കുക. കോംപ്ലിമെന്റ്സ് ഒക്കെ ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും കോംപ്ലിമെന്റ്സ് നൽകുക. ഇത് അവർക്ക് നിങ്ങളോടുള്ള അറ്റൻഷൻ കൂട്ടാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നീ നല്ല ഭംഗി വെച്ചല്ലോ എന്ന് പറയാം, അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയാം, നിന്റെ വാച്ച് നന്നായിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് അവർക്ക് കൊടുക്കുക. ഇത് അറ്റൻഷൻ കൂട്ടാൻ സഹായിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോണിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും മെസ്സേജസ് വായിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തുക. ഇത് നിങ്ങളുടെ അറ്റൻഷൻ കുറയ്ക്കുകയാണ് ചെയ്യുക. വേറൊന്നുമല്ല, ഈ സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഫോണിൽ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നും ഈ വ്യക്തി ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. സോ ഫോണിൽ കളിക്കുന്ന ഒരു സ്വഭാവം അത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിയേക്കുക. ഇനി വേറൊരു സൈക്കോളജിക്കൽ ട്രിക്ക് ഉണ്ട്. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഒരുപാട് ഓപ്പൺ ആയിട്ട് പോയി സംസാരിക്കരുത് ആരോടും. നിങ്ങൾ കുറച്ചൊന്ന് മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുക. അതായത് നിങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന തരത്തിൽ പോയി സംസാരിക്കാനോ ഓപ്പൺ അപ്പ് ആവാനോ നിൽക്കരുത്. നിങ്ങളുടെ വില ഇല്ലാതാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാവാം. അതുകൊണ്ട് ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഓപ്പൺ ചെയ്ത് സംസാരിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മിതമായ ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കുക. സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് സ്പീഡിൽ സംസാരിക്കാതിരിക്കുക. സംസാരിക്കുന്നത് ഇടയിൽ കുറച്ച് പോസ് ചെയ്യുക, പിന്നെയും സംസാരിക്കുക. അങ്ങനെ ഒരുപാട് നേരം പോസ് ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെയും സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളോടുള്ള ഒരു അറ്റൻഷനും അതേപോലെ തന്നെ ഒരു ബഹുമാനവും വരാൻ സാധ്യതയുണ്ട്. ആരോടും പോയിട്ട് ആരെ പറ്റിയും കുറ്റം പറയരുത്. ഇത് നല്ലൊരു സ്വഭാവത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഇത് നിങ്ങളോടുള്ള അറ്റൻഷനും ബഹുമാനവും കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് കുറ്റം പറച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തുക. ആരെ പറ്റിയും ആരോടും പോയി മോശമായിട്ടൊന്നും പറയാൻ നിൽക്കരുത്. ഇനി വേറൊരു സൈക്കോളജിക്കൽ ട്രിക്ക് എന്തെന്ന് പറയുന്നത്, സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൽ നോക്കി ഒരു 5-10 മിനിറ്റ് സംസാരിക്കുക. അതിനുശേഷം ബാക്കി ടൈമിൽ കുറച്ച് നേരം വേറെ എവിടെയെങ്കിലും ഫോക്കസ് ചെയ്യുക. പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യുക. അവരുടെ ഫേസിലോ കണ്ണിലോ നോക്കി സംസാരിക്കുക. ഇതും അവർക്ക് നിങ്ങളോടുള്ള അറ്റൻഷൻ കിട്ടാനും കൂട്ടാനും സഹായിക്കും. ഇനി നിങ്ങൾ ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്, നിങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഈ സംസാരിച്ചിരുന്ന വ്യക്തിയോട് പോയിട്ട് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ എന്ന് പറഞ്ഞൊന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കൂടാനും അറ്റൻഷൻ കൂടാനും സഹായിക്കും. ഈ ഷേക്ക് ഹാൻഡ് കൊടുക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിമെന്റ്സ് നൽകുക. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ സ്നേഹം കൊണ്ട് വല്ല ഫംഗ്ഷനൊക്കെ കണ്ടുമുട്ടുന്ന ആൾക്കാരോട് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അതൊക്കെ നമ്മൾ സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോടുള്ള അറ്റൻഷനും ബഹുമാനവും സ്നേഹവും കൂട്ടാൻ സഹായിക്കാവുന്നതാണ്. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്സിൽ പെടുമോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ഡൗട്ടാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബഹുമാനം കിട്ടുന്നില്ല, അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതുപോലത്തെ വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഉള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.